ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിഷേധികളെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. തുടർന്നുള്ള ആയത്തുകളിലും നിഷേധികളെ പറ്റി തന്നെയാണ് പറയുന്നത്. വഅഖ്സമൂ ബില്ലാഹി ജഹദ ഐമാനിഹിം لا يبعث الله من يموت بلى وعدا عليه حقا ولكن أكثر الناس لا يعلمون. മരിച്ചവരെ അള്ളാഹു രണ്ടാമത് പുനർജീവിപ്പിക്കുന്നതല്ല എന്ന് അങ്ങേയറ്റം സത്യം ചെയ്തുകൊണ്ട് അവർ പറയുന്നു. അങ്ങനെയല്ല, ഇത് അള്ളാഹു ഉറച്ച നിലയിൽ ചെയ്ത വാഗ്ദാനമാണ്. പക്ഷേ ജനങ്ങളിൽ അധിക പേരും അതറിയുന്നില്ല. ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി വലിയഅലമല്ലദീന കഫറൂ وَلِيَعْلَمَ الَّذِينَ كَفَرُوا أَنَّهُمْ كَانُوا كَاذِبِينَ. അവർ ഭിന്നിച്ച കാര്യങ്ങൾ അവർക്ക് അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുന്നതിനും നിഷേധികൾ കളവ് പറയുന്നവരുമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നതിനുമാണ് അള്ളാഹു രണ്ടാമതും പുനർജീവിപ്പിക്കുന്നത്. إنما قولنا لشيء إذا أردناه أن نقول له كن فيكون. നാം ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന് പറയുക മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് ഉണ്ടാകുന്നതാണ്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മരണത്തിന് ശേഷമുള്ള ജീവിതം അത് ഉള്ളതാണ്, മരണത്തിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ലാത്ത കാര്യമാണെന്ന് അറിയിക്കുകയാണ്. നിഷേധികൾ സത്യമിട്ടുകൊണ്ട് പറയും ഒരിക്കലും മരണത്തിന് ശേഷം പുനർജീവിപ്പിക്കപ്പെടുന്നതല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അറിയിക്കുകയാണ്, തീർച്ചയായും അല്ലാഹു തആല വീണ്ടും നിങ്ങളെ മരണത്തിന് ശേഷം പുനർജീവിപ്പിക്കുന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ സത്യമായ വാഗ്ദാനമാണ്. നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യം സത്യമാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. നിങ്ങൾ ഒരിക്കലും മരണത്തിന് ശേഷം ജീവിതമില്ല എന്ന് വാദിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മരണത്തിന് ശേഷം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം, നിങ്ങൾ വിചാരിച്ചിരുന്നത് തെറ്റായിരുന്നു എന്ന്. എപ്രകാരം നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നും ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചോ, വെറുമൊരു ഇന്ദ്രിയത്തുള്ളിയായ നിങ്ങളെ എല്ലാ കഴിവുമുള്ള ആളാക്കി മാറ്റിയോ, ആ അള്ളാഹുവിനെ മരിച്ച് മണ്ണായതിനു ശേഷം അല്ലെങ്കിൽ മരിച്ച് ഇല്ലാതെയായതിനു ശേഷം നിങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിനൊരു കാര്യത്തെ ഉണ്ടാക്കാനായി പ്രത്യേകിച്ച് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹു ഒരു കാര്യം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാവുക എന്ന് പറയും, അത് ഉണ്ടായിത്തീരുന്നതാണ്. ആ സമയം പോലും അള്ളാഹുവിന് ആവശ്യമില്ല. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാവുക എന്ന പദം ഉപയോഗിച്ച് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഒരു കാര്യം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഉണ്ടാവുക എന്ന് പറയും, ആ കാര്യം ഉണ്ടാവുന്നതാണ്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, പ്രയാസമുള്ള കാര്യമാകട്ടെ പ്രയാസമില്ലാത്ത കാര്യമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ ആ കാര്യം ഉണ്ടാവുന്നതാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യം ചെയ്യാൻ ധാരാളം സമയം ആവശ്യമാണ്, എളുപ്പമുള്ള കാര്യം ചെയ്യാൻ കുറച്ച് സമയം മതി. പക്ഷെ അള്ളാഹുവിന് അങ്ങനെ വ്യത്യാസമില്ല. ഏത് കാര്യമാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ കാര്യം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളെ പുനർജീവിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നുമാണ്. ആ അള്ളാഹുവിന് നിങ്ങൾ മരിച്ചതിന് ശേഷം വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര സത്യമിട്ട് മരണത്തിന് ശേഷം ജീവിതമില്ല എന്ന് പറഞ്ഞാലും നിങ്ങളെ മരണത്തിന് ശേഷം പുനർജീവിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ സത്യമെന്താ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മരണത്തിന് മുമ്പ് തന്നെ
അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ മരണാന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിന്റെ ത്യാഗത്തെ പറ്റിയും അവർക്ക് അള്ളാഹുവിൽ നിന്നും ലഭിച്ച ഉന്നതമായ പ്രതിഫലങ്ങളെ പറ്റിയും അറിയിക്കുകയാണ്. والذين هاجروا في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر لو كانوا يعلمون. ആക്രമിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്തവർക്ക് ഇഹലോകത്ത് ഉത്തമ സൗകര്യം തീർച്ചയായും നാം ഒരുക്കി കൊടുക്കുന്നതാണ്. എന്നാൽ പരലോകത്തെ പ്രതിഫലം വളരെ വലുതാണ്. അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അല്ലദീന സ്വബറൂ അലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ ക്ഷമിക്കുന്നവരും അവരുടെ രക്ഷിതാവിൻ്റെ മേൽ ബലമേൽപ്പിക്കുന്നവരുമാകുന്നു. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ത്യാഗം സഹിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വലിയ രീതിയിൽ പരിശ്രമിക്കുകയും ദീനിൻ്റെ വിഷയത്തിൽ ധാരാളമായി പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്ത സഹാബത്തിന് അള്ളാഹു നൽകുന്ന ഉന്നതമായ വിജയങ്ങളെ പറ്റിയാണ് പറയുന്നത്. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം 2 ഹിജ്റയാണ് അവരിലുണ്ടായിരുന്നത്. ഒന്ന്, മക്കയിൽ നിന്നും ഹബശയിലോട്ട് ആദ്യമുണ്ടായ ഹിജ്റ. രണ്ടാമത്, മക്കയിൽ നിന്നും മദീനയിലോട്ടുണ്ടായ ഹിജ്റ. ഈ 2 പലായനവും ധാരാളം പ്രയാസങ്ങളേറിയതും വലിയ ത്യാഗങ്ങളേറിയതുമായിരുന്നു. കാരണം പലായനമെന്ന് പറയുകയാണെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലോട്ട് പലായനം ചെയ്യുകയാണ്. സമ്പത്തുള്ള സഹാബാക്കൾ അവരുടെ എല്ലാ സമ്പത്തിനെയും ഉപേക്ഷിക്കുകയാണ്, അവരുടെ കുടുംബങ്ങളെ ഉപേക്ഷിക്കുകയാണ്, അവരുടെ വീട് ഉപേക്ഷിക്കുകയാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവരായി മറ്റൊരു നാട്ടിലോട്ട് പലായനം ചെയ്യുകയാണ്. ഈ പലായനം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യമെന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരുന്നു. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്, ഹാജറു ഫില്ലാ. അവർ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു ഹിജ്റ ചെയ്തത്. അഥവാ ഭൗതികമായ ഒരു ലക്ഷ്യങ്ങളും അവരുടെ ഹിജ്റയിൽ, അവരുടെ പലായനത്തിൽ ഇല്ലായിരുന്നു. മദീനയിൽ പോയി സമ്പത്തുണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ ഹബശയിൽ പോയി അധികാരം സ്ഥാപിക്കാമെന്നോ ഇങ്ങനെ ഭൗതികമായ ഒരു ലക്ഷ്യങ്ങളും അവരുടെ ഹിജ്റയിൽ, പലായനത്തിൽ ഇല്ലായിരുന്നു. ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിലനിർത്തണം. മക്കയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല, ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. വലിയ അക്രമങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും 13 വർഷക്കാലം മക്കയിൽ വലിയ അക്രമങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി. ഇതെല്ലാം അവർ ഏറ്റുവാങ്ങിയത് പരിശുദ്ധമായ ദീനിന് വേണ്ടിയായിരുന്നു. ദീൻ ജീവിതത്തിൽ കൊണ്ടുവന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൻ്റെ പേരിൽ വലിയ രീതിയിൽ അക്രമങ്ങൾ മക്കയിൽ നിന്നും അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ അക്രമങ്ങൾ അധികരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവർ മക്കയിൽ നിന്നും പലായനം ചെയ്തു. ആദ്യം ഒരു കൂട്ടം സഹാബാക്കൾ ഹബശയിലോട്ട് പലായനം ചെയ്തു. പിന്നീട് എല്ലാവരും മദീനയിലോട്ട് പലായനം ചെയ്യുകയുണ്ടായി. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു. സ്വന്തം നാട്, വീട്, കുടുംബം, കച്ചവടം ഇതെല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്തവരായി മറ്റൊരു നാട്ടിൽ പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാഹചര്യം വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും വലിയ ത്യാഗം സഹാബത്ത് സഹിച്ചത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരുന്നു. മറ്റൊരു ഭൗതികമായ ലക്ഷ്യങ്ങളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ത്യാഗത്തിന് പകരമായി അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തത് ഇരു ലോകത്തും ഉന്നതമായ വിജയമാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്, അവർക്ക് അള്ളാഹു ദുന്യാവിൽ എല്ലാ കാര്യങ്ങളും സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. സമ്പത്തും കച്ചവടവും അധികാരവും എല്ലാം അള്ളാഹു അവർക്ക് നൽകുന്നതാണെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം പുലരുകയും ചെയ്തു. പലായനം ചെയ്തതിന് ശേഷം പിന്നീട് വിജയത്തിൻ്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുകയുണ്ടായി. പോരാട്ടങ്ങളെല്ലാം അവർ വിജയിക്കുന്ന അവസ്ഥ, ധാരാളം ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലോട്ട് വരുന്ന അവസ്ഥ, ധാരാളം നാടുകൾ തന്നെ മുസ്ലിമീങ്ങളുടെ നാടുകളായി തീരുന്ന അവസ്ഥ, സഹാബത്തിന് വലിയ അധികാരം അല്ലാഹു നൽകി. നാനാഭാഗത്തു നിന്നും സമ്പത്ത് സഹാബത്തിൻ്റെ കാൽക്കീഴിൽ ഒരുമിച്ച് കൂടുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ എല്ലാ രീതിയിലും ഭൗതികമായ കാര്യങ്ങൾ അള്ളാഹു അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ആ സമയത്തും സഹാബാക്കൾ അള്ളാഹുവിനെ മറന്നില്ല. പ്രയാസമുള്ള സമയത്തും അവർ അള്ളാഹുവിനെ ഓർത്തു. അവർക്ക് അനുഗ്രഹങ്ങളുള്ള സമയത്തും അവർ ഓർത്തത് അള്ളാഹുവിനെ മാത്രമാണ്. ഇങ്ങനെ ഉന്നതമായ വിജയം ഇരു ലോകത്തും
ദുനിയാവിൽ അള്ളാഹു എല്ലാം സൗകര്യപ്പെടുത്തി കൊടുത്തെങ്കിൽ പരലോകത്തുള്ള വിജയമെന്നുള്ളത് ഇതിനേക്കാൾ എത്രയോ ഉന്നതമായ പ്രതിഫലമാണ് അവർക്ക് അള്ളാഹു പരലോകത്ത് നൽകുക. അത് ഏറ്റവും വലുതാണ്. ഭൗതികമായ കാര്യങ്ങളെക്കാൾ എത്രയോ വലുത് അവർക്ക് പരലോകത്ത് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണെന്നും അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളും പുലർന്നു. ഈ രണ്ട് വാഗ്ദാനങ്ങളും അള്ളാഹു പൂർത്തിയാക്കി. ഇത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അവസാനം ഏതൊരു നാട്ടിൽ നിന്നുമാണോ സഹാബാക്കൾ പുറത്താക്കപ്പെട്ടത്, അഥവാ മക്കയിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു, ആ മക്കയെ പോലും അള്ളാഹു സഹാബത്തിന് തിരിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. മക്കം ഫതഹോടുകൂടി, മക്ക വിജയത്തോടുകൂടി, വിജയത്തിൻ്റെ പതാകയുമായി സഹാബാക്കൾ മക്കയിൽ പ്രവേശിക്കുകയും മക്ക മുസ്ലിമീങ്ങളുടെ നാടായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ ദുനിയാവിനെ അള്ളാഹു അവരുടെ കാൽക്കീഴിൽ എത്തിച്ചു കൊടുക്കുകയും പരലോകത്തുന്നതമായ പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്തു. ഇതിൻ്റെ കാരണം സഹാബത്ത് അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. അള്ളാഹുവിന് വേണ്ടി ഹിജറ ചെയ്യാൻ തയ്യാറായി. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഭൗതികമായ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കാൻ തയ്യാറായി. അള്ളാഹുവിൻ്റെ ദീനിന് പ്രാധാന്യതയും ദീനിന് മുൻഗണനയും നൽകി. അതുകൊണ്ട് അവർക്ക് ഇരു ലോകത്തും അള്ളാഹു ഉന്നതമായ വിജയങ്ങൾ നൽകുകയാണ് ചെയ്തത്. രണ്ടാമതായി നാം ഓതിയ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹാബത്തിനുള്ളതായ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് അറിയിച്ചിരുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇപ്പോൾ നാം ഓതിയ രണ്ട് ആയത്തുകൾ, ആ ആയത്തിൽ ഒരായത്തിൻ്റെ വിശദീകരണം ഇപ്പോൾ നാം വിശദീകരിച്ചു. രണ്ടാമത്തെ ആയത്തിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ തന്നെ ഈ രണ്ട് ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.